ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച ഫോണുമായി സ്റ്റേഷനിലെത്തി കീഴടങ്ങാൻ തുടങ്ങിയ ഹീജുവിനെ സാമോൺ അവിടെ എത്തി തടയുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. സാമോണിന്റെ അച്ഛൻ നടത്തുന്ന ഇന്റർവ്യൂവിന് ഇനയും എത്തിയിരുന്നല്ലോ. തന്റെ മരുമകളാണ് എന്ന രീതിയിലാണല്ലോ അദ്ദേഹം അവളെ പരിചയപ്പെടുത്തിയത്. അവൾ ആദ്യമൊക്കെ അത് എതിർക്കാതെ അദ്ദേഹത്തിനൊപ്പം നിന്ന് സഹായിക്കുന്നത് പോലെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ വിവാഹത്തിന് മുമ്പ് എനിക്ക് പരിചയമുണ്ടായിരുന്ന സാമോണിനെയും വിവാഹം കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ട സാമോണിനെയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ അവൾ പത്രക്കാരുടെ മുന്നിൽ നിന്ന് പറയുന്നു. മാത്രമല്ല അവിടെ വെച്ചിരുന്ന സാമോന്റെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഇവന് അച്ഛനും അമ്മയുമായി യാതൊരു സാമ്യവുമില്ലല്ലോ, ഇവൻ ശരിക്കും നിങ്ങളുടെ മകൻ തന്നെയാണോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പത്രക്കാരുടെ ഇടയിൽ സംശയം ഉണ്ടാക്കുമെന്ന് തോന്നുന്നതിനാൽ അമ്മ ഇടപെടാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ഒരു കൊറിയറുമായിട്ട് ആരും വന്ന് കോളിംഗ് ബെൽ അടിച്ചത്. അതുകൊണ്ട് തൽക്കാലം എല്ലാവരെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നു. ആ ഗ്യാപ്പിൽ ഇന പകൽ കുടിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് അച്ഛൻ വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഡിഷിൽ ചേർക്കാനുള്ള ഒരു ഐറ്റമാണ് കൊറിയർ വന്നതെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അത് തുറന്നപ്പോൾ വെട്ടി കഷ്ണങ്ങളാക്കിയ കുറച്ച് മീനുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കണ്ട് അദ്ദേഹം പേടിച്ച് താഴെ ഇടുന്നുണ്ട്. പക്ഷേ സാമോന്റെ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ എന്തോ സ്ട്രൈക്ക് ചെയ്യുന്നതിനാൽ അവർ വേഗം പുറത്തേക്ക് ഓടുന്നു. കൊറിയറുമായി വന്നയാൾ പോകുന്നത് കണ്ട് അവർ വണ്ടിയും എടുത്ത് അവനെ ഫോളോ ചെയ്യുന്നു. തൻ്റെ മകനാണ് അതെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ അവനെ ഫോളോ ചെയ്തത്. പക്ഷേ വഴിയിൽ വെച്ച് അവർക്ക് അവനെ മിസ്സാവുന്നുണ്ട്. യൂരി കുറേ തവണയായി സാങ്കുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത ഷോയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ അവൾ ഒരുങ്ങിക്കൊണ്ടിരുന്നതൊക്കെ മതിയാക്കി വേഗം അവനെ കാണാനായി ചെല്ലുന്നുണ്ട്. സാമോനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കയ്യിലും കഴുത്തിലുമൊക്കെ കുറിച്ച് പരിക്ക് പറ്റിയിരുന്നല്ലോ. അത് കണ്ടപ്പോൾ എങ്ങനെ സംഭവിച്ചതാണ് എന്ന് അവൾ അന്വേഷിക്കുന്നു. പക്ഷേ അതിന് മറുപടി പറയുന്നതിന് പകരം അവൾ ഒരു കണ്ണിലെ മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആദ്യം കളിയാക്കുന്നുണ്ട്. പിന്നെയും അവൾ പരിക്കിനെ പറ്റി ചോദിച്ചപ്പോൾ അത് നീണ്ട കഥയാണ് എന്ന് അവൻ പറയുന്നതിനാൽ സ്വസ്ഥമായി പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെയും കൂട്ടി ഫുഡ് കഴിക്കാനായി പോകുന്നുണ്ട്. അവിടെ ഇരുന്നും അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഒരു തീപിടുത്തത്തിൽ പെട്ടുപോയതാണെന്ന് മാത്രം സാങ്വു പറയുന്നു. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഇതിനകത്ത് മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എന്നവൻ പറയുന്നുണ്ട്. ഓർഫനേജുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണവുമായി അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുമായി കണക്ട് ചെയ്തായിരിക്കണം ഈ ഒരു അപകടം സംഭവിച്ചതെന്ന് കരുതി തൽക്കാലം ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ തന്നെ ഈ ഷോ ടെലികാസ്റ്റ് ചെയ്യാൻ സ്റ്റേഷനിൽ നിന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആരോ ഇത് സ്റ്റോപ്പ് ചെയ്യാനായി അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ യൂരി അവനെ അറിയിക്കുന്നു. ഇന ഈ സമയം തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചിത്രങ്ങളൊന്നും പബ്ലിഷ് ചെയ്യരുത് എന്ന് പത്രക്കാർക്ക് വാണിംഗ് കൊടുത്തിട്ടാണ് അവൾ പോയത്. അച്ഛൻ അവളുടെ പിന്നാലെ ചെന്നിട്ട് നീ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു, ഞാനത് ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. സാമോൻ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നല്ലോ ഹീജുവിനെ അന്വേഷിച്ച് പോയത്. അവൾ തിരികെ അവനെ അവിടെ എത്തിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങുന്നത് വരെ എൻ്റെ കൂടെ ഇരിക്കണമെന്ന് അവൻ പറയുന്നതിനാൽ അവൾ അവൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണ്. കണ്ണടച്ചു കഴിയുമ്പോൾ തീപിടുത്തത്തെക്കുറിച്ചുള്ള രംഗങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് എന്നൊക്കെ അവൻ പറയുന്നതിനാൽ അവൾ അവൻ്റെ ഒപ്പം കയറി കിടക്കുന്നുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് പോയ വിവരം നിനക്ക് എങ്ങനെയാണ് അറിയാൻ സാധിച്ചതെന്ന് ഹീജു അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ തൻ്റെ ഫോൺ അവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിൽ അവളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. എപ്പോഴാണിത് ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് അവൾ കൊക്കയിലേക്ക് വീണ സമയത്ത് അവൾ കണ്ടെത്താൻ കഴിയാതെ ഒരുപാട് വിഷമിച്ചിരുന്നല്ലോ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് അവൻ അറിയിച്ചപ്പോൾ എൻ്റെ ഫോണിലും ഇങ്ങനെ ചെയ്തു തരണമെന്ന് അവൾ പറയുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഇതേപോലെ എന്നെ കാണാതായാൽ നീ എന്നെ അന്വേഷിച്ചു വരരുത്. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് നിന്റെ അടുത്ത് എത്തിക്കോളാം. ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നവൻ അവളോട് പറയുന്നു. ശരിക്കുള്ള സാമോനാണ് ഇതിന് പിന്നിൽ നിന്ന് ഹീജു ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അവൻ എന്തായിരിക്കും ശരിക്കും വേണ്ടത്? അവൻ്റെ പേരും അവൻ അർഹതപ്പെട്ടതെല്ലാം തിരികെ വേണമെന്നായിരിക്കുമോ അവൻ്റെ ആവശ്യം എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സാമോൻ എന്നുള്ള പേര് ഉപേക്ഷിച്ചിട്ട് നിനക്കൊപ്പം സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് എന്ന് അവൻ പറയുന്നുണ്ട്. സാമോനെ ഉറക്കാനാണ് ഹീജു കൂടെ ചെന്ന് കിടന്നതെങ്കിലും ആദ്യം ഉറങ്ങിയത് അവളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാമോൻ കണ്ണു തുറന്ന് അവളുടെ നെറ്റിയിൽ ചെറുതായിട്ടൊന്ന് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് സാങ്കു വിളിച്ചിട്ട് ഐസിയുവിലുണ്ടായിരുന്ന അവൻ്റെ അച്ഛന് ബോധം വീണു. ആദ്യം തന്നെ അവനെ അന്വേഷിച്ചു എന്ന് അറിയിച്ചത്. അങ്ങനെ സാമോൻ അദ്ദേഹത്തെ കാണാനായി ചെല്ലുന്നു. ഇത് ശരിക്കും സാമോന്റെ സ്വന്തം അച്ഛനല്ല, അവനെ അദ്ദേഹം എടുത്തു വളർത്തിയതാണ്. ശരിക്കുള്ള സാമോനെ മുത്തശ്ശൻ നദിയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചിരുന്നല്ലോ. അതിനുശേഷം അവൻ്റെ ബോഡി ബാഗിലാക്കി അത് മറവ് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു നൽകിയത്. പക്ഷേ അതുമായി പോകുന്ന സമയത്ത് കുട്ടിക്ക് ജീവനുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അന്ന് അവനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ മകനെ പോലെ വളർത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം സാമോനോട് പറയുന്നു. പക്ഷെ അന്ന് ഞാൻ അവനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. അന്ന് അവൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. അന്നത്തെ ആ അപകടത്തിൽ അവന് മാനസികമായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ
അവന്റെ ജന്മനായുള്ള ആ സ്വഭാവം മാറ്റാൻ ആരെ കൊണ്ട് സാധിച്ചില്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് തനിയെ പുറത്തു വരാൻ തുടങ്ങിയെന്നൊക്കെ അദ്ദേഹം കുറ്റബോധത്തോടെ പറയുന്നു. അവനെ രക്ഷിച്ചത് ഒരു തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് സാമോൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം മുമ്പ് ശരിക്കുള്ള സാമോൻ കൊലപ്പെടുത്തിയ ആ കുട്ടികളെയൊക്കെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് അവൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അവരെയൊക്കെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് അവനെതിരെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. സാമോന്റെ അമ്മ അന്ന് രാത്രി സംശയം തോന്നി സാമോന്റെ മുത്തശ്ശൻ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ മുറ്റത്ത് തന്നെ നേരത്തെ അവരുടെ മകൻ സാധനം ഡെലിവർ ചെയ്യാൻ വന്നപ്പോൾ ഉപയോഗിച്ച വണ്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ കാണുമെന്ന് അവർക്ക് സംശയം തോന്നുന്നുണ്ട്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവർ അവിടെ വെച്ച് അവനെ മീറ്റ് ചെയ്യുന്നു. സാമോൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള വിവരം അടുത്ത ദിവസം അവന്റെ ഓഫീസിലും അറിയുന്നുണ്ട്. പക്ഷേ ഏത് ഹോസ്പിറ്റലിലാണ് എന്നൊന്നും അവർക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ വരെ ഒന്ന് പോവാതിരിക്കുന്നത് മോശമല്ലേ എന്നൊക്കെ കാങ് പറയുന്നുണ്ട്. പക്ഷെ വേറെ ആർക്കും അതിന് താല്പര്യമില്ല. മാത്രമല്ല എവിടെയാണെന്ന് അവർക്ക് അറിയുകയുമില്ലല്ലോ. എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ വഴിയുണ്ടെന്ന് കാങ് തന്നെ പറയുന്നു. വേറെ ആർക്കും താല്പര്യമില്ലെങ്കിലും അദ്ദേഹം നിർബന്ധിച്ച് അവരെല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. സാങ്വു ഹോസ്പിറ്റൽ വെച്ച് ഹീജുവുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പ് അവൾ സംസാരിക്കുന്നതിനെ പറ്റി അവൻ പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിലും അവർക്ക് ആ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ. എന്നാണ് അവൾക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം ഇപ്പോൾ അവൻ അവളോട് പറയുന്നു. അവർ ഒരുമിച്ച് ഓർഫനേജിൽ പോയ സമയത്ത് അവിടെ വെച്ചൊരു കുട്ടിയെ അവൾ പാടി ഉറക്കുന്നത് അവിടുത്തെ മദർ കണ്ടിരുന്നു. അങ്ങനെ മദർ പറഞ്ഞാണ് ഹിജുവിന് സംസാരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവൻ അറിഞ്ഞത്. പക്ഷെ അവൾ പറയട്ടെ എന്ന് കരുതി ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചതിന് അവൾ സോറി പറയുന്നു. ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണെന്ന് സാങ്വു പറയുന്നുണ്ട്. സാമോനുമായിട്ടുള്ള തന്റെ റിലേഷനെ പറ്റി ഹിജു പറയാൻ തുടങ്ങിയെങ്കിലും സാങ്വുവിന് ഇപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞിരുന്നതിനാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും സാമോൻ നിന്നെ മറച്ചു വെച്ചിരിക്കുന്നത് നീയാണ് ഭാര്യ എന്ന് പറയാനുള്ള മടി കൊണ്ടൊന്നുമല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള അവന്റെ മാർഗമാണത് എന്നും സാങ്വു പറയുന്നുണ്ട്. തിരികെ സാമോന്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഹീജു അതിനെപ്പറ്റി ചിന്തിക്കുന്നു. മുമ്പ് വിദേശത്ത് നിന്ന് വന്ന അംബാസിഡറിനോട് തന്റെ ഭാര്യയെ ഇതുവരെ പൊതുസ്ഥലത്തൊന്നും കൊണ്ടുവരാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതിന്റെ റീസൺ സാമോൻ പറഞ്ഞത് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണല്ലോ. അവൾ എന്റെ വീക്ക്നെസ് ആണെന്നും അവൻ അന്ന് പറഞ്ഞിരുന്നത് ശരിക്കും സത്യമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടെയാണ് ഹീജു മുറിയിലേക്ക് ചെന്ന് കയറിയത്. അന്ന് സാമോൻ ഓഫീസിൽ എന്തോ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിന് പോകാൻ വേണ്ടി അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ ടൈ കെട്ടാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞ ഹീജു അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവൾക്കത് കെട്ടാൻ അറിയാമായിരുന്നില്ല. അവൻ തന്നെയാണ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ഹീജുവും അന്നത്തെ ആ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അതുകൊണ്ട് നീ പ്രിപ്പയർ ചെയ്തോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഹീജു അറിയിച്ചപ്പോൾ നീ ബാക്കിയുള്ള ടീമംഗങ്ങൾക്കൊപ്പം വന്നാൽ മതി, ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവൻ പോകാൻ റെഡിയാവുന്നു. ഹീജു പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, ഞാൻ ബാക്കിയുള്ളവർക്കൊപ്പം വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്താണ് കാങ് അവന്റെ ഫോണിലേക്ക് വിളിച്ചത്. കാങ്ങും ബാക്കിയുള്ള സ്റ്റാഫും അവനെ കാണുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് അവർ വിളിച്ചത്. സാമോൻ അന്നത്തെ സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കോഫിയും ഒക്കെ കൊണ്ടുവരാൻ ആരോട് ഓർഡർ ചെയ്തിരുന്നു. അതൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ അവർ അവന്റെ റൂമിന് മുന്നിലെത്തി ഡോറിൽ തട്ടുകയും ചെയ്യുന്നു. ഹീജോടെ നിൽക്കുന്നത് കണ്ടാൽ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവർ അറിയുമല്ലോ. അതുകൊണ്ട് തന്നെ സാമോൻ അവരെ അകത്തേക്ക് കയറ്റാതെ വേഗം പുറത്തേക്ക് ചെല്ലുന്നു. ഹീജു റൂമിനുള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഇവിടെ വരെ വന്നിട്ട് അകത്തേക്ക് കയറാതെ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞ് കാങ് അകത്തേക്ക് കയറാൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് സാമോൻ അവരെ തിരിച്ചയക്കാൻ തുടങ്ങുന്നു. അന്നത്തെ സ്പീച്ചിന് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത് കാങ് ആണ്. അതുകൊണ്ട് അതൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കാങ് വീണ്ടും അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിഹേഴ്സലിന്റെ ഒക്കെ ആവശ്യം നമുക്കിടയിൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് സാമോൻ അദ്ദേഹത്തെ സുഖിപ്പിച്ച് തിരിച്ചയക്കുന്നു. അതിനുശേഷം ദോജയോട് മാത്രം അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. അവൻ തന്നെ അംഗീകരിച്ചതിന്റെ സന്തോഷത്തോടെയൊക്കെ കാങ് പോവാൻ തുടങ്ങുമ്പോഴാണ് അവൻ ദോജയെ വിളിക്കുന്നത് കണ്ടത്. അത് അദ്ദേഹത്തിന്റെ സന്തോഷം നശിപ്പിക്കുന്നുണ്ട്. എന്നാലും തൽക്കാലം അവിടെ തന്നെ പോകുന്നു. എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് ആയിരുന്നു സാമോന് ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ ലൈവായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് ഹീജു ആണ്. രണ്ടുപേരും ഒരേ സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷം രണ്ടുപേർക്കുമുണ്ട്. അതേ സന്തോഷത്തോടെയാണ് സ്റ്റേജിൽ കയറി ഇന്നവർ പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. രണ്ടുപേരും നന്നായി തന്നെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സാമോൻ എവിടേക്കോ പോവാൻ ഇറങ്ങിയ സമയത്താണ് ഹോക്ജിൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഓർഫനേജിലെ കേസിനെ പറ്റി സംസാരിക്കുന്നത്. ആ കേസിനെ പറ്റി എന്തെങ്കിലും ലീഡ് കിട്ടുന്നവർക്ക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നൽകാമെന്നാണല്ലോ സാമോൻ മുമ്പ് പറഞ്ഞിരുന്ന ഓഫർ. അതുകൊണ്ട് തന്നെ ആ കൊല്ലപ്പെട്ട കുട്ടികൾ ഒരു ട്വിൻസ് ഉണ്ടായിരുന്നു. അതിൽ മറ്റേ ആളിനെ കണ്ടെത്താൻ സാധിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടിയേക്കുമെന്നുള്ള വിവരം ഹോക്ജിൻ അവനെ അറിയിക്കുന്നു. അതിനുശേഷം സാമോൻ പോവാൻ ഇറങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ശരിക്കുള്ള സാമോൻ കൊന്ന കുട്ടികളെ എവിടെയാണ് അടക്കം ചെയ്തിരുന്നതെന്ന് അവന്റെ അച്ഛൻ അവനെ പറഞ്ഞു കൊടുത്തിരുന്നു. അവരെ അന്വേഷിച്ചുള്ള യാത്രയാണിത്. പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് ഹീജുവിനെ തിരികെ കൊണ്ടാക്കാനായി സാമോൻ ഏൽപ്പിച്ചിരുന്നത് ദോജയാണ്. അവൻ പറഞ്ഞതനുസരിച്ച് ദോജെ അവളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വളർത്തച്ഛൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തെത്തിയ സാമോൻ അവിടെ ആ കുട്ടികളുടെ ഡെഡ് ബോഡികൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു. ചെറുപ്പത്തിൽ ആ കറുത്ത ബാഗുകളും വണ്ടിയിൽ കയറ്റി അച്ഛൻ പോകുന്നത് കണ്ടിട്ടുള്ളത് അവൻ അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ഹോക്ജിൻ വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഒരാളുടെ ഇരട്ട സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന്റെ സഹായത്തോടെ DNA ബാങ്കിൽ ഒരു അന്വേഷണം നടത്തി അങ്ങനെ ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നതായി അവനോട് പറയുന്നത്. പക്ഷേ ആൾ ആരാണെന്നുള്ള വിവരം പറയാതെ ഡീറ്റെയിൽസ് ഹോക്ജിൻ അവന്റെ ഫോണിലേക്ക് തന്നെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സാമോൻ വേഗം തന്നെ അത്
അതെടുത്ത് നോക്കുന്നു. ദോജയാണ് ആ ട്വിൻ ബ്രദർ എന്നറിഞ്ഞ് അവൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ദോജയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ദോജ ഈ സമയം ഹിജുവിനെ തട്ടിക്കൊണ്ട് പോയിരുന്നു. അവൻ്റെ വണ്ടിക്ക് പുറകിൽ ഹിജു ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് അവൾക്ക് കുടിക്കാനായി അവനൊരു കുപ്പി വെള്ളം നൽകിയിരുന്നല്ലോ. അതിൽ ഉറങ്ങാനുള്ള എന്തോ മരുന്ന് ചേർത്തിരുന്നു. അതുകൊണ്ടാണ് അവളിങ്ങനെ മയങ്ങി കിടക്കുന്നത്. സാമോന്റെ കോൾ വന്നപ്പോൾ അവനത് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഹിജു അപകടത്തിലാണെന്ന് സാമോന് മനസ്സിലാവുന്ന അവൻ വേഗം അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവളും അറ്റൻഡ് ചെയ്യുന്നില്ല. സാമോന് അവൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഇടയിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നു ദോജെ. അവൻ തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് അവനാകെ ഷോക്കായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.